ഹായ് ഓൾ, എൻ്റെ പേര് സജീർ എന്നാണ്. ഞാൻ നിലവിൽ ഓട്ടോമേഷൻ ടെസ്റ്റ് എഞ്ചിനീയറായി വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന ഒരു ടോപ്പിക്കിനെ പറ്റി യൂട്യൂബിലേക്ക് ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ മേഖലയിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന നിരവധി ആൾക്കാരുമായി സംസാരിച്ചപ്പോൾ അവർക്ക് കൃത്യമായ ഒരു പാത്തില്ല. എങ്ങനെ ഇതിനെക്കുറിച്ച് പഠിക്കാമെന്നോ, എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ പഠിക്കേണ്ടതെന്നോ, എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടതെന്നോ ഉള്ള ഒരു കൃത്യമായൊരു നോളജ് തരുന്ന പല ലിങ്ക്സോ അല്ലെങ്കിൽ വീഡിയോസോ ഒന്നും അവർക്ക് കാണാൻ കഴിയില്ല. അതും നമ്മുടെ ഭാഷയായ മലയാളത്തിൽ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിലുള്ള കോളേജിൽ പഠിക്കുന്ന കുട്ടികളും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരും ഈ ടെസ്റ്റിംഗ് മേഖലയിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് സഹായമാവട്ടെ ആ രീതിയിലാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ എന്താണെന്നും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്താണെന്നും മാനുവൽ ടെസ്റ്റിങ്ങും അത് കഴിഞ്ഞിട്ട് ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിനെ കുറിച്ചും ഉള്ള ട്യൂട്ടോറിയൽസാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. അത് പല പല പാർട്സായിട്ടായിരിക്കും ഞാൻ തരുന്നത്. മീൻസ് ഓരോ പാർട്സിലും ഓരോരോ ടോപ്പിക്ക് കവർ ചെയ്യുന്ന രീതിയിൽ. കാരണം ഇത് ഒരുമിച്ചായി കഴിഞ്ഞാൽ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഓരോരോ പാർട്ടായിട്ട് തരികയും, അപ്പോൾ നിങ്ങൾ ഓരോ ഇതും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണമെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പോൾ അവർക്ക് ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം. എന്താണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്? ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സൈക്കിളിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. കാരണം നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി, നമ്മൾ എന്ത് സാധനം എന്ത് ആഹാര സാധനം ആയിക്കോട്ടെ, എന്ത് സാധനം ആയിക്കോട്ടെ, നമ്മളൊരു സാധനം ഒരാൾക്ക് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സൈക്കിളാണ് ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആരാണോ ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറഞ്ഞത്, അവരുടെ ഈ കസ്റ്റമേഴ്സിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ ഇതിനുള്ളിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ, എന്തെങ്കിലും അവർ തന്ന മിസ്സിംഗ് റിക്വയർമെൻറ്റ്സ് ഉണ്ടോ, എന്തെങ്കിലും ഗ്യാപ്സ് ഉണ്ടോ, ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് വഴി. അപ്പോൾ ഇത് ഏറ്റവും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പ് തന്നെയാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സിന് സത്യം പറഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ഫീൽഡിൽ ഒരു പ്രത്യേകമായ സ്ഥാനം തന്നെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനെ പറ്റി പലരും പല മിത്സും പല സങ്കല്പങ്ങളും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നും അതിൻ്റെ ഫാക്ട്സുമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ, എനിവൺ ക്യാൻ ടെസ്റ്റ് എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ. ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആർക്ക് വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം. പ്രത്യേകിച്ച് സ്കില്ലൊന്നും വേണ്ടാന്നാണ്. പക്ഷേ അത് ഏറ്റവും വലിയൊരു മിത്താണ്. നമുക്ക് പ്രത്യേകിച്ച് അറ്റ്ലീസ്റ്റ് പ്രോബ്ലം സോൾവിങ് സ്കിൽ വേണം. ഒരു മാനുവൽ ടെസ്റ്ററാണെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്കിൽ വേണം. നമ്മുടെ റിട്ടൺ അല്ലെങ്കിൽ എഴുതുന്ന സ്കിൽ, അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ അനലറ്റിക്കൽ സ്കിൽസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റ്, അല്ലാതെ ആർക്കും വഴിയെ വന്ന് ആർക്കും കയറി ടെസ്റ്റ് ചെയ്യാൻ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാതെ സക്സസ് ആവില്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെസ്റ്റിംഗ് ഈസ് ടു എക്സ്പെൻസീവ്. ടെസ്റ്റിംഗ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ചെറിയ കമ്പനികളൊക്കെ ഈ ടെസ്റ്റേഴ്സിനെ ഒഴിവാക്കി ഡെവലപ്പറെ കൊണ്ട് തന്നെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി പല കണ്ടുവരുന്നുണ്ട്. അപ്പോൾ പക്ഷേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡെവലപ്പറുടെ മൈൻഡിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർ വേറെ രീതിയിൽ ചിന്തിക്കില്ല, ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് വരില്ല. അതുകൊണ്ട് ഒരു സെപ്പറേറ്റ് ടെസ്റ്ററാണ്. അത് എക്സ്പെൻസീവ് ഒന്നുമല്ല, അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് തന്നെ വരും. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ടെസ്റ്റിംഗ് ഈസ് ടൈം കൺസ്യൂമിങ്. ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് കുറേ ടൈം എടുക്കുന്ന പ്രോസസ്സാണ് എന്നാണ് പലരും പറയുന്നത്. പക്ഷേ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റായിട്ട് ടൈം മാനേജ്മെൻറ്റ് കൊടുത്ത്, നമ്മുടെ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് മാനേജ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടൈം കൺസ്യൂമിങ് ഒരിക്കലും ആവില്ല. നെക്സ്റ്റ്, ടെസ്റ്റഡ് സോഫ്റ്റ്വെയർ ഇസ് എ ബഗ് ഫ്രീ. നമ്മളൊരു ടെസ്റ്റർ ടെസ്റ്റ് ചെയ്താൽ 100% ബഗ് ഫ്രീ ആകുമെന്നാണ് എല്ലാവരും വിചാരിക്കും. പക്ഷേ ഒരിക്കലും ഇല്ല. പ്രത്യേകിച്ചും വലിയ വലിയ പ്രൊഡക്ട്സ് ആണെങ്കിൽ നമുക്ക് പല പല ബഗ്സ് വരികയും ആ ബഗ്സ് നമുക്ക് പിന്നെ അവർ റിപ്പോർട്ട് ചെയ്ത് നമ്മളത് പിന്നെ ഫിക്സ് ചെയ്യേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ഒരിക്കലും 100% ബഗ് ഫ്രീ അല്ല. അടുത്തെന്ന് പറഞ്ഞാൽ, ടെസ്റ്റ് ഓട്ടോമേഷൻ ഷുഡ് ബി യൂസ്ഡ് വേർ എവർ പോസിബിൾ ടു റെഡ്യൂസ് ടൈം. ടെസ്റ്റ് ഓട്ടോമേഷന് നമുക്ക് യൂസ് എവിടെ എല്ലായിടത്തും യൂസ്. ചിലപ്പോൾ പല പല ഈ കമ്പനികളുടെയൊക്കെ വില മാനേജറാണ് കൂടുതലും പറയുന്നത്, നമുക്ക് ഇതങ്ങ് ഓട്ടോമേറ്റ്. പക്ഷേ അത് ഏറ്റവും വൈസായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ ടെസ്റ്റ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കൂടുതൽ എൻഡ് ടു എൻഡ് ഫ്ലോസ്, മീൻസ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സ്ഥലത്താണ് യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഈ ടെസ്റ്റേഴ്സിൻ്റെ ടൈം കളയുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് ഏറ്റവും വൈസായിട്ട് യൂസ് ചെയ്യേണ്ടത്, എല്ലായിടത്തും യൂസ് ചെയ്യേണ്ടതല്ല. പിന്നെ ടെസ്റ്റേഴ്സ് ഓൺലി ടാസ്ക് ഈസ് ടു ഫൈൻഡ് ബഗ്സ്. ടെസ്റ്റേഴ്സിൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ബഗ്സ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണെന്ന് മാത്രമാണെന്ന് പലരും വിചാരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അത് മാത്രമല്ല, ഒരു ടെസ്റ്ററിന് റിക്വയർമെൻറ്റ് കളക്ഷൻ ഉണ്ട്, അത് ടെസ്റ്റ് പ്ലാനിങ് ഉണ്ട്, ടെസ്റ്റ് കേസ് പ്രിപ്പറേഷൻ ഉണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് ടെസ്റ്റിന് ബഗ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരിക്കലും ടെസ്റ്ററിൻ്റെ ജോലി ബഗ് ഫൈൻഡ് ചെയ്യുക മാത്രം അല്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മിക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫാക്ട്സ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരു ടെസ്റ്റർക്ക് വേണ്ട
സ്കിൽസ് ആണ്. അതിൽ ഫസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ ടെക്നിക്കൽ സ്കിൽസ് ആണ്. ഫസ്റ്റ് അനലിറ്റിക്കൽ സ്കിൽസ്, അതിന് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരു പ്രോബ്ലം കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്ത് അത് സോൾവ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പല പ്രോഗ്രാംസ് അല്ലെങ്കിൽ അൽഗോരിതംസ് എഴുതും, ഫോർ എക്സാമ്പിൾ സോർട്ടിങ് അങ്ങനെയൊക്കെയുള്ള എഴുതാറുണ്ട്. അപ്പോൾ അതുപോലുള്ള നമ്മൾ എന്തെങ്കിലും നമുക്കൊരു സെനാരിയോ തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നും പല പല കേസസ്, എന്തൊക്കെ യൂസ് കേസസ് ആണോ അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുന്ന ഒരു തിങ്കിങ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത്ര എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഫ്രഷറായിട്ടൊരു കയറുന്നിടത്ത് മിക്കവാറും ഇൻ്റർവ്യൂവറൊക്കെ ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ് ഇങ്ങനെയുള്ള ഈ അനലിറ്റിക്കൽ സ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് ചിലപ്പോൾ സോർട്ടിങ്ങിന് അൽഗോരിതം അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും എഴുതാൻ ചോദിക്കാം. നെക്സ്റ്റ് വേണ്ടത് വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഈ വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ചിലപ്പോൾ നമ്മുടെ കമ്പനി വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള പല ക്ലയൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കണമെന്നെങ്കിൽ നല്ല കമ്മ്യൂണിക്കേഷൻ വേണം. അതുപോലെ തന്നെ റിട്ടൺ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ എഴുതിയാണ് നമ്മൾ ടെസ്റ്റ് കേസ് ആണെങ്കിലും ടെസ്റ്റ് പ്ലാൻ ചെയ്താലും അല്ലെങ്കിൽ ഡിഫക്റ്റ് ആണെങ്കിലും ഒക്കെ നമ്മൾ എഴുതണം. അപ്പോൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലാണ് ആ ആപ്റ്റായ രീതിയിൽ തന്നെ എഴുതണം. അപ്പം റിട്ടൺ ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അടുത്ത ടൈം മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷൻ സ്കിൽ. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ടെസ്റ്റ് കേസ് ഒരു ടെസ്റ്റിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യമായ ടൈം നമ്മൾ മാനേജ് ചെയ്യും. നമ്മുടെ എല്ലാവർക്കും പരസ്പരം ടാസ്കുകൾ ഡിവൈഡ് ചെയ്തിട്ട് ആ ഓർഗനൈസേഷൻ ടീം തമ്മിലുള്ള കൊളാബറേഷൻ ഇമ്പോർട്ടൻ്റ് വരുന്നൊരു സ്കില്ലെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകും. ഞാൻ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതായിട്ട് ഡോണ്ട് വെയിറ്റ് ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ ഒരിക്കലും ആരെയും വെയിറ്റ് ചെയ്യരുത്. നമുക്ക് ടാസ്ക് നമുക്കറിയാം, നമ്മൾ കയറി അത് ചെയ്യുക, ഒരു ടെസ്റ്റിംഗ് ഉണ്ടെന്ന് നമ്മൾ ചെയ്യുക. നമ്മൾ ആരെയും വെയിറ്റ് ചെയ്തിരിക്കരുത്. അതാണ് ഡോണ്ട് വെയിറ്റ് ആറ്റിറ്റ്യൂഡ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പാഷൻ. നമുക്ക് ടെസ്റ്റിങ്ങിൽ ഒരു പാഷൻ വേണം, അല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റിംഗ് ഒരു ബോറിംഗ് ആയിട്ട് തോന്നാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമ്മൾ ചിലപ്പോൾ ഈ ടെസ്റ്ററുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെനാരിയോ തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ടൈം ടെസ്റ്റ് ചെയ്യേണ്ടി വരികയും, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരേ സെനാരിയോ തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ബ്രൗസർ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇത് എല്ലാ ബ്രൗസറിലും വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നാം. അപ്പോൾ നമ്മളൊരു പാഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്ര ബോറിംഗ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വേണ്ട നോൺ ടെക്നിക്കൽ സ്കിൽസ്. ഇനി അടുത്തത് ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറയുന്നത് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് എ ടെസ്റ്റ് മാനേജ്മെൻറ്റ് ടൂൾ. നമ്മൾ ടെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ടെസ്റ്റ് പ്ലാനിങ്ങും ടെസ്റ്റ് കേസ് പ്രിപ്പറേഷനും അത് ഡിഫക്റ്റ് ട്രാക്കിങ്ങും അതെല്ലാം കൂടെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ടെസ്റ്റ് മാനേജ്മെൻറ്റ് ടൂള് സെക്കൻഡ് വണ്ണോട് ഞാൻ ചേർത്ത് പറയാം, ഡിഫക്റ്റ് ട്രാക്കിംഗ് ടൂളും. ഇത് രണ്ടും ഒരു ടെസ്റ്റർക്ക് ഇതിനെപ്പറ്റി ഒരു നോളജ് ഉണ്ടാകുന്നത്. മീൻസ് ഫ്രഷേഴ്സ് ആണെങ്കിൽ അവർ ജസ്റ്റ് ഒരു ഗൂഗിൾ ചെയ്ത് ഏതൊക്കെ ടൂൾസ് ആണ് അവൈലബിൾ എന്നും അതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നും. മീൻസ് ഏത് ടൂൾ എടുത്തും ഡിഫറെൻറ്റ് ടൂൾസ് അവൈലബിൾ ആണ്. ഏത് ടൂൾ എടുത്താലും അതിൻ്റെ ബേസിക് സ്ട്രക്ചർ സെയിം ആണ്. ഫോർ എക്സാമ്പിൾ ഈ ടെസ്റ്റ് മാനേജ്മെൻറ്റ് ടൂളാണ് ഇപ്പോൾ അഷ്യൂർ ടെസ്റ്റ് പ്ലാനിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ജിറ ഉണ്ട്, അല്ലെങ്കിൽ ഡിഫക്റ്റ് മാനേജ്മെൻറ്റ് ആണെങ്കിൽ സെയിം ഇത് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഏകദേശം സ്റ്റെപ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടെസ്റ്റ് പ്ലാൻ ചെയ്യണം, പിന്നെ ടെസ്റ്റ് സ്യൂട്ട് ക്രിയേറ്റ്, ടെസ്റ്റ് കേസ് ക്രിയേറ്റ് ചെയ്യണം. ഏകദേശം രണ്ടിലും സെയിം. അതുപോലെ തന്നെ ഡിഫക്റ്റ് ആണെങ്കിൽ നമ്മൾ ഡിഫക്റ്റിന് ടൈറ്റിൽ കൊടുത്തിട്ട് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും റിപ്രൊഡക്ഷൻ സ്റ്റെപ്സും ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയയും എക്സ്പെക്റ്റഡ് ആക്ച്വൽ റിസൾട്ടും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതേണ്ടി വരും. അപ്പോൾ ഇത് രണ്ടും ഏകദേശം സെയിം ആണ്. അപ്പോൾ നമ്മളൊരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. നെക്സ്റ്റ് ആണ് ബേസിക് നോളജ് ഓഫ് ഡേറ്റാബേസ് ഓർ SQL അല്ലെങ്കിൽ ഡേറ്റാബേസിന്. കാരണം നമുക്ക് ഈ ബാക്ക് എൻഡിൽ നിന്ന് പലപ്പോഴും ഡേറ്റ റിട്രീവ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് സെലക്ട് കുറയെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും ടെസ്റ്റിംഗ് നടത്താൻ. നെക്സ്റ്റ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ഓട്ടോമേഷൻ ടൂൾ. ഒരു ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ടൂൾസ് ഡിഫറെൻറ്റ് അവൈലബിൾ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ പറയുന്നത് സെലേനിയമാണ്. അപ്പോൾ അത് ബേസിക് പ്രോഗ്രാമിംഗ് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ടെസ്റ്റിംഗ് ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ അതിൻ്റെ ഒരു പഠിക്കുന്ന ഏറ്റവും ഇതാണ്. ഞാൻ ഈ മാനുവൽ ടെസ്റ്റിംഗ് കഴിഞ്ഞാൽ അതിൻ്റെ ട്യൂട്ടോറിയൽസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായ വേയിൽ തന്നെ ഏറ്റവും ബേസിക് ഫ്രഷറിന് തന്നെ ബേസിക്കായിട്ട് ഉള്ള നോളജ് ഉള്ള ആൾക്ക് തന്നെ ചെയ്യാവുന്ന രീതിയിലേക്ക് ആയിരിക്കും ഞാനത് പഠിപ്പിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ഡിഫറെൻറ്റ് ഫങ്ഷണൽ റോൾസ് ഒരു ടെസ്റ്റിംഗ് ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ഫങ്ഷണൽ റോൾസ് ആണ് കിട്ടാൻ ചെയ്യുന്നത്? ഫസ്റ്റ് മാനുവൽ ടെസ്റ്റർ, മീൻസ് പറഞ്ഞ പോലെ ഈ നമ്മൾ മാനുവലായി ടെസ്റ്റ് ചെയ്യുന്ന മാനുവൽ ടെസ്റ്റർ. ഈ മാനുവൽ ടെസ്റ്ററിന് അടുത്ത റോളിലേക്ക് പോകാൻ പറ്റുന്നതാണ് ഓട്ടോമേഷൻ ടെസ്റ്ററിൽ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് പോകാം. അവർക്കപ്പോൾ ഒരു ഓട്ടോമേഷൻ ടൂളിൻ്റെ നോളജ് അവരത് അവരുടെ പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ അവരുടെ വർക്കിൽ അത് അപ്ലൈ ചെയ്യാൻ ഒരു ഓട്ടോമേഷൻ ടെസ്റ്ററായിട്ട് മാറാം. അപ്പം ഇന്നത്തെ ഏറ്റവും ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോമേഷൻ ടെസ്റ്ററാണ്. ഈ ഓട്ടോമേഷൻ ടെസ്റ്ററിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് കൂട്ടാൻ പെർഫോമൻസ് ടെസ്റ്റർ. അപ്പോൾ ഈ പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. അത് പല ടൂൾസ് വെച്ചിട്ട് ഈ ടൂൾസിൻ്റെ നോളജ് ഉള്ളത്, ഫോർ എക്സാമ്പിൾ ജെമീറ്റർ, ലോഡ് റണ്ണർ അങ്ങനെയൊക്കെയുള്ള ആ ടൂൾസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ അത് നോളജ് ഉള്ള ഒരു പെർഫോമൻസ് ടെസ്റ്റിംഗൂടെ അത് ചിലപ്പോൾ ഓട്ടോമേഷൻ ടെസ്റ്റൊക്കെ ചിലപ്പോൾ അഡീഷണൽ നോളജായിട്ട് നമുക്കത് ഉപയോഗിക്കാം. പിന്നെ സെക്യൂരിറ്റി ടെസ്റ്റ്, അപ്പോൾ സെക്യൂരിറ്റി ലെവലൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പല ടൂൾസ് ഉണ്ട്. അതും നോളജ് ഉണ്ട്, സെക്യൂരിറ്റി ടെസ്റ്റ്. പിന്നെ
ഏറ്റവും ഇത് ഒരു കുറച്ചുകൂടെ വേറൊരു രീതിയാണ്. മീൻസ് ടെസ്റ്റിംഗ് എന്ന ഫീൽഡിലേക്ക് മാറി ബിസിനസ് അല്ല, അത് റിക്വയർമെൻറ്റ് കളക്ഷനാണ് മെയിനായിട്ട്. നമ്മുടെ റിക്വയർമെൻറ്റ് കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു പ്രൊജക്ട് മാനേജ് ചെയ്യുന്ന ലെവലാണ് ഈ ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു കരിയർ പാത്സ്, എങ്ങനെയാണ് ഒരു ടെസ്റ്ററിൻ്റെ കരിയർ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ടെസ്റ്റ് ഫസ്റ്റ് വേണമെങ്കിൽ ഫ്രഷർ ആണെങ്കിൽ QA അനലിസ്റ്റ് ട്രെയിനി ആയിട്ട് കയറാം. അതിനുശേഷം കുറച്ച് നോളജൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർ ടെസ്റ്റ് QA അനലിസ്റ്റ് ആവാം. അതിനുശേഷം വീണ്ടും നോളജും കുറച്ച് ഓട്ടോമേഷൻ നോളജ് കൂടെ വന്നു കഴിഞ്ഞാൽ സീനിയർ ടെസ്റ്റ് QA അനലിസ്റ്റ്. പിന്നെ പ്യൂർലി ഓട്ടോമേഷൻ ടെസ്റ്റർ ആണെങ്കിൽ ഓട്ടോമേഷൻ ടെസ്റ്റ് അനലിസ്റ്റ്. പക്ഷേ ഓട്ടോമേഷൻ ടെസ്റ്റ് അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 100% ഓട്ടോമേഷൻ അല്ല. അവർക്കൊരു ഐ ക്യാൻ സേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു 60% അല്ലെങ്കിൽ 60 to 70% ഓട്ടോമേഷനും ബാക്കി മാനുവലും ആയിരിക്കും. പിന്നെ ഇവരുടെ കൂടുതൽ സീനിയർ ഓട്ടോമേഷൻ ടെസ്റ്റിൽ അല്ലെങ്കിൽ ടെസ്റ്റ് ലീഡ് ആവാം സീനിയർ. അതിനുശേഷമാണ് മാനേജർ ലെവലിലേക്ക്. അപ്പോൾ നമ്മൾ പല ടീമിനെ മാനേജ്, ഇപ്പോൾ ടെസ്റ്റ് ലീഡായി തന്നെ ടീമിനെ മാനേജ് ചെയ്ത് കുറേ ടീംസിനെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ മാനേജർ, ദെൻ QA ഡയറക്ടർ. അപ്പോൾ ഇതാണ് ഒരു ടെസ്റ്റിംഗ് ഫീൽഡിൽ തന്നെ ഒരാൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് ചെന്നെത്താൻ പറ്റുന്ന ഒരു ജോബ് പൊസിഷൻ. പക്ഷേ ഇതിൽ നിന്ന് ഇടയ്ക്ക് പീപ്പിൾസ് മാനേജറായിട്ട് മാറാൻ ഡെലിവറി മാനേജറും അല്ലെങ്കിൽ വേറെ ഡയറക്ടറൊക്കെ ആയിട്ട് അങ്ങനെ മാറുന്നവരും ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു കരിയർ പാത്ത്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് എന്താണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്നും ഇതിൻ്റെ കരിയർ പാത്ത് എന്താണ്, ഇതിൻ്റെ സ്കിൽസ് എന്താണ് വേണമെന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ ബാക്കി പാർട്സ് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാനുവൽ ടെസ്റ്റിംഗ് എന്നും എങ്ങനെയാണ് മാനുവൽ ടെസ്റ്റിംഗ് ചെയ്യുന്നതെന്നും എന്താണ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ് എന്നും പിന്നെ ഡിഫക്ട്സിനെ പറ്റിയും അതിനുശേഷം പിന്നെ നമ്മൾ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്, പിന്നെ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ട്യൂട്ടോറിയൽസ് ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും ഇത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ, പ്രത്യേകിച്ചും ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന IT കഴിഞ്ഞിട്ടുള്ളവർ ഇത് ചെയ്യുക. നിങ്ങൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. വേറെ ഡൗട്ട്സ് നേരിട്ട് ചോദിക്കണമെങ്കിൽ ഇതിനുള്ളിൽ കമൻസ് ആയിട്ട് ഇടാവുന്നതാണ്. അപ്പം താങ്ക് യു ഓൾ.